നമസ്തേ. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡിന്റെ മണ്ണിലെത്തുമ്പോൾ അത് വെറും നയതന്ത്ര സന്ദർശനമായി മാറിയില്ല. സമുദ്ര സുരക്ഷ മുതൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വരെ, വ്യാപാരം മുതൽ വിദ്യാഭ്യാസം വരെയും, സാംസ്കാരിക സഹകരണം മുതൽ ശാസ്ത്ര ഗവേഷണം വരെയും വ്യാപിച്ചു നിൽക്കുന്ന 18 സുപ്രധാന കരാറുകളുടെ പുതിയ അധ്യായമായി അത് മാറി. ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധത്തിന്റെ ചരിത്രത്തിൽ പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ച ഈ സന്ദർശനം ഇന്തോ പസഫിക് മേഖലയിലെ ശക്തി സമവാക്യങ്ങൾക്കു പോലും പുതിയ ദിശാബോധം നൽകുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂസിലൻഡ് സന്ദർശനത്തിലൂടെ സമുദ്രമേഖല മുതൽ ഭീകരത വരെയുള്ള വിവിധ മേഖലകളിലായി 18 നേട്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഭാരതം ന്യൂസിലൻഡ് സഹകരണത്തിലെ മഹത്തായ വർഷമാണിതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതവും ന്യൂസിലൻഡും വ്യാപാര, പ്രതിരോധ, സമുദ്ര സുരക്ഷാ കരാറുകളിൽ ഒപ്പിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണുമായുള്ള കൂടിക്കാഴ്ചയിലാണ് കരാറായത്. നേരത്തെ ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അടിസ്ഥാനത്തിൽ 2030 ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കി 35,000 കോടി രൂപ, അതായത് 7 ബില്യൺ ന്യൂസിലൻഡ് ഡോളറാക്കി ഉയർത്താനാണ് തീരുമാനം. ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തമാക്കി ഉയർത്തുന്നതിന് 4 വർഷത്തേക്കുള്ള രൂപരേഖയുണ്ടാക്കി. സമുദ്രമേഖലയിലെ സഹകരണത്തിനായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇന്തോ പസഫിക് മേഖലയിൽ ഭാരത പ്രതിരോധ മന്ത്രാലയവും ന്യൂസിലൻഡ് പ്രതിരോധ സേനയും തമ്മിലുള്ള മെച്ചപ്പെട്ട സഹകരണത്തിന് ചർച്ച. ഏകോപനം, വിവര കൈമാറ്റം, സംയുക്ത പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ഒരു ചട്ടക്കൂട് ഉണ്ടായിരിക്കുകയാണ്. ഹൈഡ്രോഗ്രഫി, നോട്ടിക്കൽ കാർട്ടോഗ്രഫി എന്നീ രംഗത്തെ സഹകരണമാണ് ലക്ഷ്യം. നാവിഗേഷണൽ ചാർട്ടുകളുടെ സംയുക്ത ഉൽപ്പാദനത്തിലൂടെ ഹൈഡ്രോഗ്രാഫിക് സഹകരണം ശക്തിപ്പെടുത്തുക, ഹൈഡ്രോഗ്രാഫിക് ഡേറ്റ പങ്കിടൽ, പരിശീലനം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയും ലക്ഷ്യമിടുന്നു. ഭാരത നാവികസേനയും ന്യൂസിലൻഡ് പ്രതിരോധ സേനയും തമ്മിൽ പരസ്പര ചരക്ക് പിന്തുണയ്ക്കുള്ള സംവിധാനങ്ങൾ, ചരക്ക് കടത്ത് കാര്യക്ഷമമാക്കൽ, അംഗീകൃത പ്രവർത്തനങ്ങൾ, ഇരു സൈന്യങ്ങളും തമ്മിലുള്ള സഹകരണം എന്നിവയും ലക്ഷ്യമിടുന്നു. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഇതിനായി ഒരു സംയുക്ത സംഘം രൂപീകരിക്കാനും മെച്ചപ്പെട്ട സഹകരണം ഉറപ്പാക്കാനും വിവരങ്ങൾ കൈമാറാനും ഭീകരതയെ യോജിച്ച് തടയാനും പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ട്. ഭാരതത്തിന്റെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ന്യൂസിലൻഡിന്റെ നാഷണൽ എമർജൻസി മാനേജ്മെന്റ് അതോറിറ്റിയും നെമയും തമ്മിൽ ദുരന്ത നിവാരണ മേഖലയിൽ കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കാനും ധാരണയായി. ഭൂകമ്പം, സുനാമി തയ്യാറെടുപ്പുകൾ, തീരസംരക്ഷണം, വിജ്ഞാന കൈമാറ്റം, നയചർച്ചകൾ, ശേഷി നിർമ്മാണം എന്നിവയിലുള്ള സഹകരണമാണ് ലക്ഷ്യമിടുന്നത്. മൃഗസംരക്ഷണം, മത്സ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഉൽപാദനം എന്നിവയും ന്യൂസിലൻഡിലെ പ്രാഥമിക വ്യവസായ മേഖലയും തമ്മിലുള്ള സഹകരണത്തിനും ധാരണയായി. സാങ്കേതിക സഹകരണം, വിജ്ഞാന കൈമാറ്റം, മികച്ച പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ മൃഗസംരക്ഷണത്തിനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട്. ഭാരതവും ന്യൂസിലൻഡും തമ്മിൽ വിനോദസഞ്ചാര രംഗത്തും പരസ്പര സഹകരണത്തിന് ധാരണയായി. വ്യവസായ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനും ധാരണയായിട്ടുണ്ട്. നൂതന തൊഴിൽ എന്നിവയിലുള്ള സഹകരണം സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. ഇതിലൂടെ സഞ്ചാരികളുടെ ഒഴുക്കും ശക്തമാകും. ഇരു രാജ്യങ്ങളുടെയും സഹകരണം പരസ്പരം മനസ്സിലാക്കാനും ഇത് സഹായകമാകും. ഭാരതവും ന്യൂസിലൻഡും തമ്മിലുള്ള സംയുക്ത കായിക കർമ്മ പരിപാടി, മെച്ചപ്പെട്ട പ്രകടനം അടക്കം കായികരംഗത്തെ സഹകരണം, കായിക ശാസ്ത്രം, കായിക മരുന്നുകൾ, താരങ്ങളുടെ വികസനം എന്നിവയ്ക്ക് സഹായകമാകുന്നു. ന്യൂസിലൻഡിലെ മാരിടൈം മ്യൂസിയവും ഗുജറാത്തിലെ ലോത്തലിൽ ദേശീയ മാരിടൈം പൈതൃക സമുച്ചയ വികസനത്തിനുള്ള ധാരണാപത്രം ഒരു പരസ്പര സഹകരണത്തിനുള്ള ധാരണാപത്രമാണ്. ഭാരതീയ സാംസ്കാരിക മന്ത്രാലയവും ന്യൂസിലൻഡ് സാംസ്കാരിക മന്ത്രാലയവും തമ്മിലുള്ള സാംസ്കാരിക സഹകരണം കലയും പൈതൃകവും സാംസ്കാരിക മുൻകൈയെടുക്കലുമെല്ലാം പരസ്പര ധാരണയ്ക്കും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഭാരതം ന്യൂസിലൻഡ് തന്ത്രപരമായ പങ്കാളിത്തം 2030 രൂപരേഖയിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം മെച്ചപ്പെടുത്താനും ഇന്തോ പസഫിക് ബഹുരാഷ്ട്ര വിഷയങ്ങൾക്കും മുൻഗണന നൽകാനാകും. അടുത്ത 4 വർഷം കൊണ്ട് നിർണായക മേഖലകളിൽ സഹകരണം ഉറപ്പാക്കുന്നതിന് വിവിധ മന്ത്രാലയങ്ങൾ തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വാണിജ്യം 2030 700 കോടി ന്യൂസിലൻഡ് ഡോളർ, അതായത് 35,000 കോടി രൂപയാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനും വിപണി വിപുലപ്പെടുത്താനും സ്വതന്ത്ര വാണിജ്യ കരാറിലൂടെ ലക്ഷ്യമിടുന്നു. സമുദ്ര സുരക്ഷാ ചർച്ചകൾക്ക് തുടക്കമിടാനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയിട്ടുണ്ട്. സഹകരണം, ഏകോപനം, വിവര കൈമാറൽ എന്നിവ ശക്തമാക്കാനാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. അനധികൃത നിയന്ത്രണമില്ലാതെയുള്ള മീൻപിടുത്തം നിയന്ത്രിക്കുന്നതിനുള്ള
IPOEIയുടെ 7 സ്തംഭങ്ങളിൽ ഒന്നായ സമുദ്ര സുരക്ഷാ തൂണായി ന്യൂസിലൻഡ് കടന്നിട്ടുണ്ട്. ആഗോള ജൈവ ഇന്ധന സഖ്യത്തിൽ ന്യൂസിലൻഡ് ചേർന്നതോടെ സുസ്ഥിര ജൈവ ഇന്ധനം ഉൾക്കൊള്ളലും വികസനവും ഹരിതോർജ്ജ മാറ്റത്തിലേക്കുള്ള രാജ്യാന്തര സഹകരണത്തെ ശാക്തീകരിക്കും. കാർഷികോത്പാദന പങ്കാളിത്തത്തിനായി സ്വതന്ത്ര വാണിജ്യ കരാറിന് കീഴിൽ കിവിപ്പഴ കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിക്കും. ഇതിനായി നാഗാലാൻഡിലും ഉത്തരാഖണ്ഡിലും മികവിന്റെ കേന്ദ്രങ്ങൾക്ക് തുടക്കമിടും. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, കാർഷിക നൂതനത തുടങ്ങിയവയുടെ സഹകരണത്തിലൂടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദേശീയ പോളാർ ആൻഡ് ഓഷ്യൻ ഗവേഷണ കേന്ദ്രത്തിനും ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുണ്ട്. ഗോവ, കാൻറ്റർബറി സർവകലാശാലകൾ തമ്മിൽ അന്റാർട്ടിക് ഗവേഷണത്തിനുള്ള ധാരണാപത്രവും ഒപ്പുവെച്ചു. സംയുക്ത ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക, അക്കാദമിക കൈമാറ്റം, ശേഷി വർദ്ധിപ്പിക്കൽ, മറ്റു പരസ്പര ഗുണകരമായ ശാസ്ത്ര വിദ്യാഭ്യാസ പ്രവൃത്തികൾ എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. കുൺലിയിലെ ദേശീയ ഭക്ഷ്യ സാങ്കേതിക സംരംഭകത്വ വിനിയോഗ കേന്ദ്രവും ന്യൂസിലൻഡിലെ മാസി സർവകലാശാലയും തമ്മിൽ ഗവേഷണത്തിനും അക്കാദമിക കൈമാറ്റത്തിനും വിദ്യാർത്ഥി പലായനത്തിനും മറ്റു പരസ്പര ധാരണയുമുള്ള വിദ്യാഭ്യാസ പ്രവൃത്തികൾക്കും കരാറായിട്ടുണ്ട്. ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടന്നത്. വ്യാപാരം, നിക്ഷേപം, ക്ഷീരവികസനം, കൃഷി, കായികരംഗം എന്നിവയിലെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിനാണ് ചർച്ചകളിൽ മുൻഗണന നൽകിയത്. 3 രാഷ്ട്രങ്ങളെ സന്ദർശനത്തിന്റെ അവസാന ഘട്ടമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓക്ലൻഡിലെത്തിയത്. വിമാനത്താവളത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു. 40 വർഷത്തിനിടെ ഒരു ഭാരത പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിക്കുന്നത് ഇതാദ്യമാണ്. ഓക്ലൻഡിലെ ഗവൺമെന്റ് ഹൗസിലാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾ നടന്നത്. കുറച്ചു മുൻപ് ഓക്ലൻഡിൽ എത്തിച്ചേർന്നു. വിമാനത്താവളത്തിലെ ഊഷ്മളമായ സ്വീകരണത്തിന് പ്രധാനമന്ത്രി ലക്സണോട് നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എക്സിൽ കുറിച്ചു. 4 പതിറ്റാണ്ടിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന സന്ദർശനം എന്ന നിലയിൽ ഇത് ചരിത്രപരമാണ് എന്നും പ്രധാനമന്ത്രി ലക്സണുമായുള്ള ചർച്ചകൾക്കായി ഞാൻ കാത്തിരിക്കുന്നുവെന്നും ഭാരതം ന്യൂസിലൻഡ് സൗഹൃദത്തിന്റെ എല്ലാ മേഖലകളും ഞങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഓക്ലൻഡിൽ നടക്കുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ പരിപാടിയും ഞാൻ അഭിസംബോധന ചെയ്യുമെന്നും അദ്ദേഹം ഇന്നലെ എക്സിലൂടെ പറഞ്ഞു. ഈ ചരിത്ര സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുമെന്നും വ്യാപാരം, പ്രതിരോധം, കായികം, സംസ്കാരം, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ പുതിയ സഹകരണ സാധ്യതകൾ തുറക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഓക്ലൻഡിലെ പ്രശസ്തമായ സ്കൈ ടവർ ഭാരത ദേശീയ പതാകയുടെ വർണ്ണങ്ങളാൽ പ്രകാശപൂരിതമാക്കിയിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2025 മാർച്ചിൽ ക്രിസ്റ്റഫർ ലക്സൺ ഇന്ത്യ സന്ദർശിച്ചതിനെ തുടർന്നുണ്ടായ ശക്തമായ മുന്നേറ്റം ഈ സന്ദർശനത്തിലൂടെ കൂടുതൽ ദൃഢമാകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഭാരതം ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. 2025 മാർച്ചിൽ ലക്സണിന്റെ ഭാരത സന്ദർശന വേളയിലാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് വെറും 13 മാസത്തെ റെക്കോർഡ് സമയത്തിനുള്ളിൽ ഈ വർഷം ഏപ്രിലിൽ കരാർ യാഥാർത്ഥ്യമായി. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $2.25 ബില്യൺ ആണ്. പുതിയ വ്യാപാര കരാറിലൂടെ നികുതിരഹിത ബിസിനസ് സാഹചര്യം ഒരുങ്ങുന്നതോടെ വ്യാപാരത്തിൽ വൻ വളർച്ചയുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2030 ചരക്ക് സേവന വ്യാപാരം ഇരട്ടിയാക്കാനും അടുത്ത 15 വർഷത്തിനുള്ളിൽ ഭാരതത്തിൽ $20 ബില്യൺ നിക്ഷേപം നടത്താനും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. ഒറ്റ വിപണിയെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കാനും സാമ്പത്തിക പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കാനുമുള്ള ന്യൂസിലൻഡിന്റെ താൽപര്യമാണ് ഈ സന്ദർശനത്തിന്റെ തന്ത്രപരമായ പശ്ചാത്തലം. ഈ വിടവ് നികത്താനാണ് ഭാരതം ലക്ഷ്യമിടുന്നത്. ന്യൂസിലൻഡിലെ 3 ലക്ഷത്തോളം വരുന്ന ഭാരത വംശജരുമായുള്ള ബന്ധവും സന്ദർശനത്തിൽ നിർണായകമാണ്. ഭാരത സമൂഹത്തിന്റെ വൻ പങ്കാളിത്തവും ആവേശകരമായ വരവേൽപ്പുമാണ് പ്രധാനമന്ത്രിക്ക് ന്യൂസിലൻഡിൽ നിന്ന് ലഭിച്ചത്. ഭാരതത്തിന്റെ ദേശീയ പതാകകൾ വീശിയും കിയ ഓറ മോദി എന്ന മുദ്രാവാക്യം മുഴക്കിയും പ്രവാസി ഭാരതീയർ പ്രധാനമന്ത്രിയെ വരവേറ്റു. പരമ്പരാഗത കലാപരിപാടികളിലൂടെ ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക പാരമ്പര്യവും ന്യൂസിലൻഡിലെ ഭാരതീയ സമൂഹം അവതരിപ്പിച്ചു. പഞ്ചാബിന്റെയും തമിഴ്നാട്ടിന്റെയും നാടൻ കലാരൂപങ്ങൾ, കർണാടക ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിന്റെ മനോഹരമായ സംഗമം, വന്ദേ മാതരം ആലാപനം എന്നിവ ചടങ്ങിന് മാറ്റുകൂട്ടി. തലമുറകൾക്കും ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറം ഭാരത സംസ്കാരം ജീവസുറ്റതാക്കി നിലനിർത്തുന്ന പ്രവാസി ഭാരതീയരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. നാദ് വോക്കൽ എൻസെമ്പിൾ അവതരിപ്പിച്ച സംഗീത പരിപാടിയെ പ്രത്യേകം പ്രശംസിച്ച മോദി, സംഗീതത്തിന് ജനങ്ങളെ ഒരുമിപ്പിക്കാനുള്ള അസാധാരണമായ ശക്തിയുണ്ടെന്നും ഭാരതം ന്യൂസിലൻഡ് സൗഹൃദത്തിന്റെ ഊഷ്മളത ആ അവതരണം മനോഹരമായി പ്രതിഫലിപ്പിച്ചെന്നും
സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം കുറിച്ചിരുന്നു. ന്യൂസിലൻഡിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ചരിത്ര സന്ദർശനം രണ്ട് രാജ്യങ്ങൾക്കുമിടയിലെ ഈ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കിയിരിക്കുകയാണ്. വ്യാപാരം, പ്രതിരോധം, സമുദ്ര സുരക്ഷ, വിദ്യാഭ്യാസം, കായികം, ശാസ്ത്ര ഗവേഷണം, സാംസ്കാരിക കൈമാറ്റം തുടങ്ങി നിരവധി മേഖലകളിൽ ആരംഭിച്ച പുതിയ സഹകരണം അടുത്ത വർഷങ്ങളിലെ ഇന്ത്യ ന്യൂസിലൻഡ് ബന്ധത്തിന്റെ അടിത്തറയാകും. 2030 വ്യാപാരവും നിക്ഷേപവും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന ഈ പങ്കാളിത്തം രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്കും ആഗോളതലത്തിലെ തന്ത്രപരമായ സഹകരണത്തിനും പുതിയ ഊർജം പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 40 വർഷങ്ങൾക്കു ശേഷം നടന്ന ഈ സന്ദർശനം ചരിത്രത്തിന്റെ ഒരു അധ്യായം മാത്രമല്ല, ഭാവിയിലേക്കുള്ള ഒരു പുതിയ തുടക്കവുമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.